ഹായ് കൂട്ടുകാരെ, ബെൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ ഊട്ടിക്ക് പോകാനായിട്ട് യാത്രയാവാണ് കേട്ടോ. നമുക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറികളൊക്കെ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അമ്മാമ്മയുടെ സ്പെഷ്യൽ മോര് കറി, ബീഫ് ഒലത്തിയത്, പിന്നെ ചോറ് ചൂടനെ കയറ്റി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ വെച്ചത് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു വഴിക്ക് പോവല്ലേ, അപ്പം ഇത്തിരി ഭക്ഷണം കൈ പിടിച്ചേക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഈ തൃശ്ശൂർ വിട്ട് എവിടേക്ക് യാത്ര പോവുകയാണെങ്കിലും ഇത്തിരി ഭക്ഷണം നമ്മൾ കൈപിടിക്കാറുണ്ട് കേട്ടോ. നമ്മളുടെ നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരുടെ ഭക്ഷണമൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത്തിരി കൈപിടിക്കുന്നത് നല്ലതാണ്. നമ്മൾ പോവാൻ നോക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ 3 മണി ആയിട്ടുണ്ട്. അത് കാരണം വീഡിയോ ഒന്നും പിടിക്കില്ല, വണ്ടിയിൽ ഭയങ്കര ഇരുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. എന്നാ ഇതാ ഡിക്കി തുറന്നേട്ടാ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളെ പെട്ടെന്ന് നടക്കുള്ളൂ എന്ന് പറയണ മാതിരി പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് നമ്മൾ ഊട്ടിക്ക് പോകാന്നുള്ളത്. അപ്പം നമ്മൾ എവിടെ യാത്ര പോവുകയാണെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കാത്തോണേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എവിടേക്കാണെങ്കിലും പോകാറുള്ളൂ കേട്ടോ. ആ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ എവിടെ ഈ വണ്ടി കൊണ്ട് നമ്മൾ പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഇപ്പം ഈ ഊട്ടിക്ക് തന്നെ നമ്മൾ ഈ വണ്ടി കൊണ്ട് 3ാമത്തെ പ്രാവശ്യമാണ് പോണത് കേട്ടോ. നമ്മൾ വണ്ടി മേടിച്ചിട്ട് ഫസ്റ്റ് ട്രിപ്പ് പോയത് ഊട്ടിക്കാണ്. അന്നൊക്കെ ഞങ്ങൾക്ക് പോകുമ്പോൾ പേടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഏട്ടന് ശരിക്കും ഡ്രൈവിങ് അത്ര വശം ഉണ്ടായിരുന്നില്ല. ലോങ് ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു ശീലം ആൾക്ക് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഒരു 6 പ്രാവശ്യമെങ്കിലും ഊട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങളുമായിട്ട് കൂട്ടുകൂടിയ പിന്നെ നമ്മളുടെ ആദ്യത്തെ ഊട്ടി ട്രിപ്പാണ് അല്ലേ. 3 മണിക്ക് തുടങ്ങിയ യാത്രയല്ലേ, 2 മണിയായപ്പോൾ എനിക്ക് 3 മണിയായപ്പോൾ ഞങ്ങൾ യാത്രയായി പോകുന്നതല്ലേ അവിടെ നിന്ന്. അപ്പോൾ ഇടയ്ക്കൊന്ന് നിർത്തി ചായയൊക്കെ കുടിച്ച് അപ്പം നമ്മളിത് 6 മണിയായപ്പോഴത്തേക്കും ഹെയർ പിന്ന് കയറാറായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. അവിടെ നമുക്കിപ്പോൾ ഇ പാസ് വേണം കേട്ടോ. പിന്നെ നമ്മൾ ലൈസൻസിൻ്റെ ഒറിജിനൽ കോപ്പി കാണിക്കണം. പിന്നെ നമ്മൾ ഇ പാസ് എടുക്കണം. അത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ എടുത്തു തരും കേട്ടോ. ആ സാറുമാർ നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മുടെ മൊബൈലിൽ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല ക്ലിയറായി. അപ്പോൾ നമ്മളങ്ങനെ ചുരം കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാർ അവിടെ ഇരിപ്പുണ്ട്. വഴി നീളെ ഉണ്ടിട്ട് ഇവർ കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവർ ഫസ്റ്റ് ഇരിക്കുന്ന കാരണമാണെന്നുണ്ട് ഇവർക്ക് ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല. വരണവരൊക്കെ ഇട്ട് കൊടുക്കണ്ടാവുമല്ലോ. അങ്ങടെ ഇടയിലേക്ക് പോകുമ്പോഴാണ് ഫുഡിനൊക്കെ വേണ്ടി ആൾക്കാരിങ്ങനെ ഓടി ഓടി വരണത് കേട്ടോ. ഇവർക്ക് ഫുഡ് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളങ്ങനെ ചുരം കയറുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ചുരമൊക്കെ കയറി ഊട്ടിയിലെത്തി. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ലോഡ്ജ്. അവിടെ തന്നെയാണ് നമ്മൾ എടുക്കാറ് എല്ലാ കൊല്ലവും. അതാവുമ്പോൾ നമുക്ക് പർച്ചേസിങ്ങിന് പോകാനും ടൗണാണ്. നമുക്ക് രാത്രിയൊക്കെ ഒന്ന് നടക്കണമെന്ന് വിചാരിച്ചാലും നല്ല സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് തന്നെ എന്നും ലോഡ്ജ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ 6-7 കൊല്ലമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ലോഡ്ജാണ് കേട്ടോ അതേ ഈ കാണുന്നത്. ക്ലബ് ഹൗസ് എന്നാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര്. ഇത് LIC ജംഗ്ഷൻ്റെ അവിടെയാണ് ഈ ഹോട്ടൽ വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് റൂം ഒന്ന് കാണാം അല്ലേ.
എന്തായാലും ഒരു ചെറിയ ഹോം ടൂർ പോലെ ആയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ഫസ്റ്റ് ഒരു ഹാളാണ് കേട്ടോ. അതിൽ നമുക്ക് സോഫയുണ്ട്, പിന്നെ ഒരു ടേബിൾ ചെയറൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 2 ബെഡ്റൂമാണ് കേട്ടോ. അതിൽ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് കേട്ടോ. ഈ റൂം ഭയങ്കര ഒരു കളർഫുൾ പോലെ എനിക്ക് തോന്നി. ആ ബെഡ്ഷീറ്റിൻ്റെയും ആ പുതപ്പിൻ്റെയും ഒരു കളറും ആ ചുമരിൻ്റെ കളറും എല്ലാം കൂടി ഇപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നിയിട്ടാ. ഈ റൂം ഒരു പ്രത്യേക കളർഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഈ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, TV എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു വാഷ് ബേസിൻ, പിന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. പിന്നെ നമുക്ക് ഈ ബെഡ്റൂമിൽ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾക്കിപ്പോൾ ഈ ഹാള്, 2 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഈ എല്ലാ സൗകര്യങ്ങൾക്കും കൂടിയിട്ട് ഈ ഹോട്ടലിൽ വരുന്ന റേറ്റ് ഞങ്ങൾക്ക് കിട്ടിയേക്കണത് 1500 രൂപയ്ക്കാണ് കേട്ടോ. നമ്മളെല്ലാ കൊല്ലം വരുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൈസ കുറവിനാണ് കിട്ടിയേക്കണത്. വെറും 1500 രൂപയായിട്ടുള്ളൂ. അപ്പം നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ അടിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോരുകറി, ബീഫ് വരട്ടിയതൊക്കെയാണ് സ്പെഷ്യൽ. അപ്പം നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ അടിച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് പോകണ്ട, ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയാ. അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങുകയാണ്. നമ്മളിവിടെ ഊട്ടിയിൽ എത്ര ടൈമിന് എത്തിയെന്ന് പറയാൻ മറന്നു പോയില്ലേ. നമ്മൾ 8 മണിയായപ്പോഴത്തേക്ക് ഇവിടെ വന്ന് റൂം എടുത്തു കേട്ടോ. പുലർച്ചയ്ക്ക് നമ്മൾ വന്നതുകൊണ്ട് തന്നെ വലിയധികം വണ്ടികളും തിക്കും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം ഇവിടെ എത്തി. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും സ്വന്തം വണ്ടി ഉണ്ടായിട്ട് എന്തിനാ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ച് പോണേന്നില്ലേ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ലോഡ്ജിൻ്റെ അവിടെ വണ്ടി കയറ്റിയിട്ടിട്ട് പിന്നെ നമ്മൾ പോണ നേരത്തെ വണ്ടി എടുക്കാറുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾ ഇതിലേക്ക് സ്ഥലങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ ഓട്ടോ വിളിച്ചാണ് കേട്ടോ പോവാറ്. നമുക്ക് മാത്രം എൻജോയ് ചെയ്താൽ മതി. ഏട്ടൻ എപ്പോഴും ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ആൾക്കും ഒരു റെസ്റ്റൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചേ പോവാറുള്ളൂ. അപ്പം നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇപ്പോൾ കാണാൻ വന്നിട്ടുള്ള സ്ഥലം കർണാടക ഗാർഡനാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ഗാർഡൻ കാണാൻ. ഒരു പ്രത്യേക സെറ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഗാർഡൻ. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്ലവറൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. റോസൊക്കെ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. ഈ ടൈമിൽ ഊട്ടിയിൽ ഭയങ്കര തണുവുള്ള സമയമാണ്. നവംബർ, ഡിസംബർ, ജനുവരിയൊക്കെ നല്ല മഞ്ഞിൻ്റെയും നല്ല തണുവുള്ള സമയമാണ്. ഈ സമയത്ത് അധികം ടൂറിസ്റ്റുകൾ കുറവാണെന്നാണ് തോന്നണത് എനിക്ക്. ഇപ്പോൾ ഇവിടെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെയാണ് കൂടുതലും വന്നിട്ടുള്ളത് കേട്ടോ. കർണാടക പാർക്കിലേക്ക് ഇപ്പോൾ നമുക്ക് ടിക്കറ്റിന് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത്. ഇതിപ്പോൾ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ റേറ്റ് കൂടുതലാണ് ഇവിടെ. നമ്മൾക്കൊരു ദിവസം ഫുള്ള് നടന്ന് കാണാനുള്ള അത്രയും സ്ഥലമുണ്ട് കേട്ടോ ഈ കർണാടക ഗാർഡനിൽ. അത്രയധികം സ്ഥലമുണ്ട്. നമുക്ക് പെട്ടെന്നൊന്നും ഓടിയെത്തില്ല. നമ്മൾ വേഗം കുറേശ്ശെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വരികയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ കൂടെ അമ്മയും അച്ഛനും വന്നില്ല. അവരവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ഒരുപാട് സ്ഥലമുണ്ടല്ലോ നടക്കാൻ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും വയ്യാണ്ടാവും പറഞ്ഞിട്ട് അവരവിടെ ഇരുന്നു. ഞങ്ങളുടെ കൂടെ വന്നില്ല കേട്ടോ.
എവിടെ പോയി രണ്ടാളും? പാറു കണ്ടടി, അച്ഛനെ കണ്ടടി? കണ്ടാ? എവിടെ പോയി? ഏട്ടാ പൊട്ടി വീഴോ? പാറു ഇതേ പൊട്ടി വീഴുപ്പാ. എന്ത് ഹൈറ്റിലാന്നറിയോ നമ്മള് നിക്കണത്? ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇതേ തൂക്കുപാലൊക്കെ കയറി ഇറങ്ങി വരുമ്പോണ്ടല്ലോ, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ ഇവിടെ വെച്ച് കണ്ടു. ഞങ്ങളുടെ കുട്ടേട്ടനെ. കുട്ടേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനും കുട്ടേട്ടനും ഭയങ്കര ചങ്ക് ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങൾ ഒറ്റ ഫാമിലി ആയിട്ട് ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. കുട്ടേട്ടനാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ടൂർ കൊണ്ടുപോയിട്ടുള്ള ഒരാൾ കേട്ടോ. എവിടെയാ ട്രാവലറാ? എവിടുന്നാ? ഞങ്ങൾ ഇന്നലെ രാവിലെ 9:30 വീട്ടിൽ നിന്ന് വന്നു. വീട്ടിലേക്ക് വന്നു. ഇവിടെ 7 മണി. റോഡ് വാ. ഇത് ഞങ്ങളുടെ എന്റെ ഒരു സോൾ ഗഡി ഫ്രണ്ട്സ് ഫാമിലി. വിജയേട്ടാ എന്റെ അയ്യ ഞങ്ങളുടെ ചങ്കാണ്. ഞങ്ങള് വളരെ ഫാമിലിയാ. സന്തോഷം. ചേട്ടൻ വരാം. റോണി. പിന്നെ ആള് പറയാറുണ്ട് ഗ്യാങ്ങുണ്ടെന്നുള്ളത് പറയാറുണ്ട്. സന്തോഷം. ഞങ്ങളിവിടെ വന്ന് ടൂർ ആവശ്യം മാത്രം ഞങ്ങള് സ്പ്ലിറ്റ് ആയിട്ട് സീറ്റ് വണ്ടിയുള്ളപ്പോ ഞങ്ങള് കുട്ടേട്ടനും ഫ്രണ്ട്സും പോയിട്ട് ആള് കമ്പനി ടൂറിലാണ് വന്നേക്കണത്. അപ്പോൾ ആളങ്ങോട്ട് പോയി. ഞങ്ങൾ പിന്നെ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങി. കുട്ടേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ കുട്ടേട്ടനെ ഇവിടെ കാണുന്ന ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. കുട്ടേട്ടൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ പ്രസന്നൻ എന്നാണ്. ഞങ്ങൾ കുട്ടേട്ടൻ വിളിക്കും. പിന്നെ ഭാര്യ ശീലേച്ചി, മോൻ യദു, മോൻ ഡോക്ടറാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൂർ കൊണ്ടുപോയിട്ടുള്ളതും ഞങ്ങളെ കുട്ടേട്ടനാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ ഉച്ചത്തെ. പാറും കുഞ്ഞിനും വലിയ കാര്യമായിട്ട് മെനു ഒക്കെ എടുത്ത് നോക്കി. പക്ഷേ മെനുവിലത്തെ ആ പടം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഫുഡൊന്നും പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ കുഞ്ഞിനും പാറും ഒക്കെ ആയിട്ട് ലാസ്റ്റ് പൊറോട്ട മതി എന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പൊറോട്ടയും ഒരു ചിക്കൻ കറിയാണ് കേട്ടോ മേടിച്ചത്. ചിക്കൻ കറി ഒന്നേ മേടിച്ചുള്ളൂ, മുട്ടക്കറി ഒന്നേ മേടിച്ചുള്ളൂ. നമുക്ക് അവിടുത്തെ ഫുഡൊന്നും പിടിക്കില്ല. അപ്പം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് നമ്മൾ വീണ്ടും ഷോപ്പിംഗ് ഒക്കെ നടത്തി. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഇനിയും അങ്ങോട്ട് നീണ്ട് പോകുമ്പോൾ ലോങ് വീഡിയോ ആയി പോകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർട്ട് 1, പാർട്ട് 2, 3 അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പാർട്ട് 1 അങ്ങോട്ട് ഊട്ടി ട്രിപ്പ് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ അടുത്ത പാർട്ട് 2 വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.
അപ്പോൾ അടുത്ത വീഡിയോ പാർട്ട് 2 വരുന്നത് വരെ എല്ലാവർക്കും ബൈ.